ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയ്യാറുള്ള വീഡിയോസ് നിങ്ങൾ എൻ്റെ റീസെൻറ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ട്രൈപോഡ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ടൊരു കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു എപ്പിസോഡ് പോലെ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ സൺഡേ ആണ്. സോ ഇന്ന് സൺഡേ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ഈ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ, അതാണ് ഞാൻ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ പ്രൊഡക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും യൂസ്ഫുൾ ആക്കി കിട്ടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ എനിക്ക് റെക്കോർഡ് ചെയ്തിടാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്നാണ് തീരുമാനിച്ചത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. അപ്പം തന്നെ ഞാൻ തുടങ്ങി. സോ രാവിലെ കഴിഞ്ഞ് ബുക്ക് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ എനിക്കത് റെക്കോർഡ് ചെയ്തിടാൻ പറ്റിയില്ല. ഈ ഒരു ബുക്ക് ഉണ്ടല്ല, ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഈ ബുക്ക് കൺസ്യൂം ചെയ്യരുത്. ഏത് ബുക്കായാലും ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുക്കണം. ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് എന്താ പറയാ 24 പേജ് ഞാൻ ഈ ബുക്കിൽ വായിച്ചിട്ടുള്ളൂ. പക്ഷെ 24 പേജിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടുണ്ട്, കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാത്രം വേണം വായിക്കാൻ. ഇതിൽ ഇന്ന് വായിച്ചൊരു ടോപ്പിക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് get others to do the work for you but always take the credit. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, മാക്സിമം പണിയെടുപ്പിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ മേടിക്കാം. സോ ഇത് ബേസിക്കലി ഒരു ബിസിനസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങി, നമ്മൾ കുറച്ച് ആൾക്കാരെ എംപ്ലോയീസിനെ വെച്ച് നമ്മൾ പണിയെടുപ്പിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് അവസാനം വരുമ്പോൾ എംപ്ലോയീസിന്റെ പേരിൽ അധികം വരുന്നതിനേക്കാളും നമ്മുടെ പേരിൽ തന്നെ വരുന്നത്. അധികമല്ല, സത്യം പറഞ്ഞാൽ അവരുടെ പേരിൽ ഒന്നും വരാറില്ല. ഈ ഒരു ഫൗണ്ടർ ആരാണോ അവരുടെ പേരിലേക്ക് എത്തുള്ളൂ. കുറെ കാര്യങ്ങൾ നല്ലതുണ്ട്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ റോങ് ആയിട്ടും ഉണ്ട്. ഇതിൽ റോങ് ആയിട്ട് ഉദ്ദേശിച്ചത് എന്റെ പേഴ്സണാലിറ്റിയിൽ എനിക്ക് റോങ് ആയിട്ട് തോന്നിയ കാര്യങ്ങളും ഇതിലുണ്ട്. ഫുള്ളായിട്ട് ഒരിക്കലും ഈ ഒരു ബുക്ക് നമ്മൾ കൺസ്യൂം ചെയ്യരുത്. സോ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ട്രേഡ് എടുക്കണം. ഞാൻ BTCയിലാണ് നോർമലി ട്രേഡ് എടുക്കാറുള്ളത്, ബിറ്റ്കോയിനാണ് ട്രേഡ് എടുക്കാറുള്ളത്. എന്തായാലും നമുക്ക് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. സോ അതാണ് ഇനിയുള്ള വർക്ക്. സോ ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, 9:28 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞറിയാം ഓൾറെഡി എൻ്റെ ടാസ്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലേറ്റ് ആയപ്പോൾ. അടുത്ത ദിവസം തൊട്ട് നമുക്ക് പതിയെ നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. സോ നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ പ്രൈസ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. പ്രൈസ് ഇപ്പോൾ മേളിലേക്ക് പോകണോ താഴത്തേക്ക് പോകണോ എന്ന് അറിയാൻ പാടാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് നമുക്ക് താഴത്തേക്ക് കിട്ടി. ഈ ഒരു റേഞ്ചിൽ നിന്ന് പിന്നെ ഒരു മൂവ്മെന്റ് മേളിലേക്ക് ഉണ്ടാകുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യുന്നത്, ഈ ഒരു ഏരിയ. സോ ഇവിടെ നിന്നായിരിക്കും ഞാൻ എൻ്റെ ആ ഒരു ലോങ് പൊസിഷൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോണത്. സോ എനിക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഈ ഒരു പ്രൈസ് ഈ റേഞ്ചിൽ എത്തുന്നതിന് എന്തായാലും വെയിറ്റ് ചെയ്യണം. ട്രേഡിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് പേഷ്യൻസ് ആണ്. നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ട്രേഡിങ്ങിലൂടെ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ആ ഒരു ഞാൻ നേരത്തെ കാണിച്ച കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ, പ്രൈസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മുടെ എൻട്രി പൊസിഷൻ താഴെയാണ്. അപ്പൊ അവിടെ നിന്ന് പ്രൈസ് വന്ന് സപ്പോർട്ട് അടിച്ചാൽ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. സോ അവിടെ വരെ വന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലർ വെയിറ്റ് ചെയ്യൂല, ചിലർ അവിടെ വെച്ചിട്ട് അവർക്ക് എന്താ പറയാ എങ്ങനെയും ട്രേഡ് എടുക്കുന്നുള്ള ടെൻഡൻസി വരുമ്പോൾ അവിടെ വെച്ച് തന്നെ അവർ ചിലപ്പോൾ ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്യും. അങ്ങനെ അവർക്ക് ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് അവിടെ നഷ്ടപ്പെടും. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും, കാരണം ചിലപ്പോൾ അവർ ചാർട്ട് അടി വരെ എത്താണ്ട് ചിലപ്പോൾ ഒരു ദിവസം വരെയൊക്കെ എടുത്തേക്കാം. കാരണം BTC ആണ്, 24 മണിക്കൂർ മാർക്കറ്റ് ഓപ്പൺ ആണ്. നമ്മളെപ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കറക്റ്റ് പൊസിഷൻ എത്തുമ്പോൾ അവിടെ നമ്മൾ എൻട്രി എടുക്കും. പേഷ്യൻസ് ഇല്ലാണ്ട് നമുക്ക് ട്രേഡിങ് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ് ട്രേഡിങ്ങിൽ. സോ നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, അതായത് ഷോർട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. സോ അതിനെ റെക്കോർഡ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നോർമലി നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര അടുത്ത് നമ്മൾ ട്രൈപോഡ് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു റെക്കോർഡിംഗ് സെറ്റപ്പ്. സോ ഞാൻ ബേസിക്കലി എൻ്റെ ഉള്ള റിസോഴ്സസ് വെച്ചാണ് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാറുള്ളത്. എനിക്ക് അതിന് ഐഫോണും നല്ല ക്യാമറ ഒന്നുമില്ല. എൻ്റെ ഉള്ള ഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും. സോ ബേസിക്കലി നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് നല്ലൊരു ക്യാമറ, അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ നല്ലൊരു മൈക്കും കിട്ടിയിട്ട് തുടങ്ങിയിരുന്നാൽ ചിലപ്പോൾ അത് പോസിബിൾ ആണെന്നില്ല. സോ എനിക്ക് ഒരു എപ്പിസോഡ് വിളിച്ച് നിർത്തേണ്ടി വരും, കാരണം എനിക്കൊന്ന് പുറത്തു കൊണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉച്ചയാണ്, എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 10 മണി 11 മണിയാവും. കാരണം എറണാകുളം വരെ ഒന്ന് പോകണം, പിന്നെ അവിടെ കുറച്ച് പരിപാടിയുണ്ട്. സോ അതുകൊണ്ട് വരുമ്പോൾ എന്തായാലും ടൈം ആവും. സോ ഇവിടെ വെച്ച് നമ്മുടെ എപ്പിസോഡ് നമ്മൾ നിർത്തണേണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നമുക്കിനി തിങ്കളാഴ്ച തൊട്ട് നമുക്ക് തുടങ്ങാണ്ട് മാക്സിമം നോക്കാം. സോ ഇതൊന്നും അല്ല, കാരണം ഇതിലും കാര്യങ്ങളുണ്ട് ശരിക്കും എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ലേറ്റാണ് തുടങ്ങിയത്, നമ്മളൊന്നും പ്രിപ്പയർഡ് അല്ല. പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ എടുത്തൊരു വീഡിയോ ആണ് ഇത്. അതാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ്. സോ ഇതിലും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സെറ്റ് ചെയ്യാണ്ട് നോക്കാം.